കർമ്മം, കർമ്മഫലം, കർമ്മവാസന ഇതൊക്കെ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും അത് നമ്മൾ സയൻസിന്റെ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനവും മനുഷ്യന്റെ തലച്ചോറും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ റാം റോം ഒക്കെ എന്താണെന്നൊക്കെ മുൻപ് നോക്കിയിരുന്നു, ചർച്ച ചെയ്തിരുന്നു. ഇനി അതിന്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഈ കർമ്മങ്ങളുടെ പൂർവഗാമിയായിട്ടാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. ചിന്തകളുടെ പൂർവഗാമിയാണ് വാസന. വീണ്ടും ഈ വാസനകളിൽ നിന്ന് കർമ്മങ്ങൾ ഉണ്ടാകുന്നു. ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾക്കൊരു ചിന്ത വരുമ്പോഴാണ് നമ്മളതിനെ കർമ്മത്തിലേക്ക് കൊണ്ടുവരില്ലേ. ഒരു കാര്യം ചെയ്യണമെന്നുള്ള ചിന്ത വന്നിട്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ വീണ്ടും എന്താണ്, വാസനകൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ് ഈ വാസനകളെല്ലാം. ഇതിങ്ങനെ റിപ്പീറ്റഡ് ചെയ്ത് ഓരോ ജന്മങ്ങളിലും വരുന്നു. ഇവിടെ നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു റോമിലുള്ളത് വാസനകളാണ്. നമുക്കവിടെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പൂർവ്വജന്മ കർമ്മഫലത്തിന്റെ ഭാഗമായിട്ടുള്ള വാസനകൾ റോമിൽ കിടക്കുന്നുണ്ട്. റോമിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. പക്ഷെ റാമിലേക്ക് എന്തെഴുതണമെന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട്, അതായത് ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് ഇനിയുള്ള റോമിലേക്ക് എഴുതപ്പെടാൻ പോകുന്നത് എങ്ങനെ വേണം, അത് നമ്മൾക്ക് തീരുമാനിക്കാം. അപ്പൊ മുൻപ് റോമിൽ എഴുതിയിട്ടുള്ളതിന്റെ ഭാഗമായിട്ട് റോമിന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ, കാരണം എന്താണ്, ഇവിടെ നമുക്ക് തലച്ചോറ് തന്നിട്ടുണ്ട്. വിവേകത്തോടെയും വിവേചന ബുദ്ധിയോടെയും ഒക്കെ ആലോചിക്കാനും പ്രവർത്തിക്കാനും കർമ്മങ്ങൾ ചെയ്യാനൊക്കെ തലച്ചോറ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റോമിന്റെ ആ പഴയ റോമിന്റെ കംപ്ലീറ്റ് കൺട്രോളിൽ നമ്മൾ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ യാതൊരു കൺട്രോളും ഇല്ലാത്ത രീതിയിൽ ജീവിതം പോയി കളയും. അതില്ലാതിരിക്കാനാണ് ഈ പറയുന്നത് എന്ത്, നമ്മൾ ഇനിയുള്ളത് നമ്മുടെ സ്വേച്ഛപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾക്ക് നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കിയെടുക്കാൻ അവസരമുണ്ട്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. അതിനാദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധ്യാനത്തിലേക്ക് പോകണം. ഇവിടെയാണ് നമ്മളിനി യോഗ, ധ്യാനം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രയർ, ഈശ്വരനുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അപ്പൊ ഈ ധ്യാനത്തിലേക്ക് പോകണമെങ്കിൽ, അതിന് ഈ പറഞ്ഞ ക്ലെൻസിങ് നടക്കണമെങ്കിൽ അതിന് വേറെ കുറച്ച് ഘടകങ്ങളും കൂടി, കുറച്ച് പ്രക്രിയകളും കൂടി അതിൽ ഉൾപ്പെടുത്താനുണ്ട്. അതിൽ വരുന്നതാണ് നമ്മളിനി പറയുന്ന സഞ്ചിത കർമ്മം. കർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സഞ്ചിത കർമ്മം എന്നുള്ള പേരിൽ തന്നെയുണ്ട്. നമ്മൾ മുജ്ജന്മ കർമ്മ ഫലങ്ങളുടെ ഭാഗമായിട്ടൊരു സഞ്ചിയിലിട്ട് കൊണ്ടുവരുന്നതാണ് ഈ ജന്മം അനുഭവിക്കാൻ. നെക്സ്റ്റ് പ്രാരാബ്ധ കർമ്മം, ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഭാഗമായിട്ട്. പിന്നെ വരുന്നത് നമ്മുടെ വാസനകൾ, ശീലങ്ങൾ, സ്വഭാവം, ഭാഗധേയം, ആഗാമി കർമ്മം, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതെല്ലാം നോക്കിയതിനു ശേഷം നമ്മൾ ഈ മെഡിറ്റേഷൻ, അപ്പൊ ചോദിക്കുക എങ്ങനെയാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിൽ ഇരുന്നാൽ ഒരാൾക്ക് നല്ലത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നത്. ഈ ധ്യാനം നമ്മളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് നമുക്ക് വഴിയെ പറയാം. ഓരോ കർമ്മങ്ങളും എന്താണെന്നും നമുക്ക് അടുത്ത തവണ നോക്കാം.